ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വിത്ത് ലവ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡിസൈനറായ നമ്മുടെ നായകൻ സത്യയാണ്. രാവിലെ തന്നെ അവന്റെ സഹോദരി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇന്നടുത്തുള്ള കഫേയിൽ ഒരു പെൺകുട്ടി വരും, ആ പെൺകുട്ടിയോടെങ്കിലും നീ ഓക്കെ പറയണമെന്ന്. കാണാനൊക്കെ നല്ല പെൺകുട്ടിയാണെന്നും പറയുന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണ് അവന്റെ സഹോദരിയുടെ നിർബന്ധപ്രകാരം അവൻ ആ കഫേയിലേക്ക് പോകുന്നത്. പെൺകുട്ടിയുടെ ഫോട്ടോയോ നമ്പറോ ഒന്നും തന്നെ അവന്റെ സിസ്റ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാച്ചിലറായ അവനാകട്ടെ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് സിസ്റ്റർ പറഞ്ഞ കഫേയിലേക്ക് അവനെത്തി. അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. ഇതിൽ ആരാണ് തന്റെ ആളെന്ന് മനസ്സിലാകാതെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവനെ നോക്കി കൈ കാണിക്കുന്നത്. ആ പെൺകുട്ടിയും അവന്റെ ഫോട്ടോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിട്ടായിരിക്കും തന്നെ കാണാൻ വരുന്ന ചെക്കൻ വരുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ആ പെൺകുട്ടി ഇവൻ തന്നെയായിരിക്കും ചെക്കൻ എന്ന് മനസ്സിലാക്കിയത്. അവളോട് അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവള് പറയുന്നുണ്ട് തനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന്. ഓൾറെഡി അവളുടെ ബോയ് ഫ്രണ്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സത്യക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവള് പറയുന്നുണ്ട്, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്, എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അങ്ങനെ അവൻ ആകെ വിഷമത്തോടെ സിഗരറ്റും വലിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് മോനിഷ എന്ന് പറയുന്ന പെൺകുട്ടി അവനെ വന്ന് വിളിക്കുന്നത്. അവളുടെ സിസ്റ്റർ പറഞ്ഞിട്ട് നിങ്ങളെ കാണാൻ വന്നത് ഞാനാണെന്ന് പറയുന്നു. ആ സമയമാണ് അവന് അബദ്ധം മനസ്സിലാകുന്നത്. നേരത്തെ അവൻ കണ്ട പെൺകുട്ടി അവന്റെ സിസ്റ്റർ പറഞ്ഞ ആളായിരുന്നില്ല. അവന്റെ സഹോദരി പറഞ്ഞ ആള് ഈ മോനിഷയാണ്. എനിക്ക് പറ്റിയ അബദ്ധമൊക്കെ അവൻ അവളോട് ഷെയർ ചെയ്തതും മോനിഷ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ ആരംഭിച്ചു. ആ സമയം യഥാർത്ഥത്തിൽ നേരത്തെ വന്ന പെൺകുട്ടി കാണേണ്ട ബ്ലൂ ഷർട്ടിട്ട ആള് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴും ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ അവസ്ഥ ആലോചിച്ചിട്ടും ഇവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. മോനിഷ വന്നപ്പോ തന്നെ സത്യ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നതല്ലേ. എന്നാൽ അവന്റെ സഹോദരി മോനിഷയോട് പറഞ്ഞിരുന്നത് അവൻ സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു. അതൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ എന്ന് സത്യ പറയുന്നു. സത്യ കണ്ടപ്പോ തന്നെ മോനിഷ പറയുന്നുണ്ട്, നിങ്ങളെ എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന്. എന്നെ അറിയാമോന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ല എന്നാണ് സത്യ പറയുന്നത്. പക്ഷെ മോനിഷ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ 1.9 മില്യൺ ഫോളോവേഴ്സും ഉണ്ട്. ഇതുവരെയും സത്യ അതൊന്നും കണ്ടിട്ടില്ല. കുറച്ചുനേരം സംസാരിച്ചപ്പോ തന്നെ അവർക്കിടയിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഫീൽ ആകുന്നുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, കോളേജിലും ഓഫീസിലും ഒന്നും തന്നെ പ്രണയം ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്ന്. അവന്റെ കാമുകിയുടെ പേരും അവൻ പഠിച്ച സ്കൂളിന്റെ പേരും കേട്ടതോടുകൂടി മോനിഷ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സ്കൂളിൽ വെച്ച് തന്നെയാണ്. നിങ്ങൾ അവിടെ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ 10ായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഈ അനീഷ എന്ന് പറയുന്ന ചേച്ചി എന്റെ നല്ല സുഹൃത്തുമായിരുന്നു. പക്ഷെ സത്യക്ക് ഇവളെ കണ്ടതായിട്ട് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. അനീഷയുമായിട്ടുള്ള നിങ്ങളുടെ പ്രണയത്തെ പറ്റി പറയാൻ അവള് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അവളെ വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചതേ ഉള്ളൂ, പക്ഷെ ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞില്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ സ്റ്റോറി പറയുന്നു. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു അനീഷ. വൺ സൈഡ് ആയിട്ട് കുറെ കാലമായിട്ട് അവൻ അവളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തവണ പോലും അവളോട് തുറന്നു പറഞ്ഞില്ല. എക്സാമിന് പോലും അവൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് മാത്രമേ അവൻ എക്സാം എഴുതി തുടങ്ങൂ. അവളാകട്ടെ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത്രയും നേരം അവൻ എഴുതാതെ നോക്കിയിരിക്കും. അവളുടെ മുഖമൊന്ന് കണ്ടിട്ട് മാത്രമേ അവൻ എക്സാം എഴുതി തുടങ്ങുമായിരുന്നുള്ളൂ. അന്ന് ക്ലാസ്സിൽ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് മനീഷ് എന്നായിരുന്നു. അനീഷയുടെ കൂടെ വേറെ പല ആൺകുട്ടികളും സംസാരിക്കുന്നത് കാണുമ്പോൾ സത്യക്ക് ദേഷ്യം വരും. അവരെയൊക്കെ അവൻ വിരട്ടി ഓടിക്കുകയും ചെയ്യും. അതിലൊരാളുടെ പേര് ജാഫർ എന്നായിരുന്നു. എന്നാൽ ജാഫർ ആകട്ടെ അവളെ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് തൽക്കാലം ജാഫറിനെ അവൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മാസം നടക്കുന്ന എക്സാമിന് ഒരു തവണ അനീഷ വന്നില്ല. അനീഷ എക്സാമിന് വരാത്ത കാരണം അന്ന് മുഴുവൻ അവളെ നോക്കിയിരുന്ന് സത്യ എക്സാം എഴുതിയതുമില്ല. ബ്ലാങ്ക് ആയിട്ട് അവൻ പേപ്പർ വെച്ചിരിക്കുന്നതിന്റെ പേരില് സ്വാമിനാഥൻ എന്ന് പറയുന്ന അവന്റെ സാറാകട്ടെ അവനെ തല്ലുന്നു. കൂട്ടത്തിൽ എക്സാമില് കുറഞ്ഞ മാർക്ക് വാങ്ങിച്ചവർക്കും തല്ല് കിട്ടി. ആദ്യമായിട്ടായിരുന്നു സത്യക്ക് അടി കിട്ടുന്നത്. അവൻ അടിയും കൊണ്ട് വിഷമിച്ചു വന്നിരിക്കുമ്പോൾ അനീഷ തിരിഞ്ഞ് അവനോട് ചോദിക്കുന്നുണ്ട്, വേദനിച്ചു എന്ന്. ആദ്യമായിട്ടായിരുന്നു അവൾ അവനോട് സംസാരിക്കുന്നത്. അവളുടെ ആ ഒരു ഒറ്റ ചോദ്യം മതിയായിരുന്നു അവന്റെ എല്ലാ വേദനയും പോകാൻ. താൻ സ്നേഹിക്കുന്ന പോലെ അനീഷയ്ക്കും തന്നോട് ഇഷ്ടമുണ്ടാകുമെന്ന് സത്യ വിശ്വസിക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം അവൻ മനീഷിനോട് ഷെയർ ചെയ്യുമായിരുന്നു. അനീഷയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം അവന്റെ സുഹൃത്തിന് നന്നായിട്ട് അറിയാം. ഫ്ലെയിംസ് നോക്കുന്ന സമയത്ത് മാരേജ് അവർക്ക് ഒരിക്കലും വന്നിട്ടില്ല. എപ്പോഴും ലവ് ആയിരുന്നു വരുന്നത്. എന്നാൽ അനീഷ അവനോട് പറയുന്നുണ്ട്, ഈ എല്ല് വന്നിട്ടൊരു കാര്യമില്ല, എമ്മ് വന്നെങ്കിൽ മാത്രമേ വല്ലതും നടക്കൂ എന്ന്. അനീഷയുടെ പിറകെ പല പയ്യന്മാരും നടക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ജെയിംസ് എന്നൊരു പയ്യൻ സീരിയസ് ആയിട്ട് അവളുടെ പിറകെ നടക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി സത്യ പിടിച്ച് അവനെ നന്നായിട്ടൊന്ന് വരട്ടി. അവൻ തിരിച്ച് സത്യയെ തല്ലാൻ തുടങ്ങിയതോടുകൂടി മനീഷും സത്യയും ചേർന്നിട്ട് അവനുമായിട്ട് അടിയുണ്ടാക്കുന്നു. സത്യ അവനോട് പറയുന്നുണ്ട്, മേലാലിനി അനീഷയുടെ പിറകെ നടക്കരുതെന്ന്. അതുപോലെ തന്നെ മനീഷും പറയുന്നുണ്ട്, നിന്നെ ഇനി അനീഷയുടെ പിറകെ കണ്ടുപോകരുതെന്ന്. അനീഷയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത കാരണം അവനാകട്ടെ അവൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ആ ഗിഫ്റ്റിലൂടെ തന്റെ ഇഷ്ടം അവൾ എന്തായാലും അറിയും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവളുടെ ബർത്ത്ഡേയുടെ അന്ന് ആ ഗിഫ്റ്റുമായിട്ട് അവൻ ചെന്നെങ്കിലും അന്ന് വൈകുന്നേരം ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവൻ അടിയുണ്ടാക്കിയ ജെയിംസ് വീണ്ടും അവന്റെ മുന്നിലെത്തുന്നു. അന്ന് കിട്ടിയ അടിക്ക് പകരം ചോദിക്കാനായിരുന്നു ജെയിംസ് വന്നത്. അവൻ ആളെയും കൂട്ടി വന്നത് കാരണം സത്യം അവിടെ ഓടി. ഓടുന്ന വഴിക്ക് ഒരു ഗേറ്റില് അവന്റെ ഷർട്ട് കുരുങ്ങിയിട്ട് അവൻ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയം ഇവന്മാര് അവനെ അടിക്കാൻ ചെന്നതും ജാഫർ ആയിരുന്നു അവനെ വന്ന് ഹെൽപ്പ് ചെയ്തത്. വിധത്തിൽ അവർ തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ആക്കി പറഞ്ഞു വിട്ടു. അന്ന് മുതൽ സത്യയും ജാഫറും അത്യാവശ്യം
നല്ല ഫ്രണ്ട്സായി മാറി. ക്ലാസ്സിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിച്ചിട്ട് സത്യക്ക് സ്വാമിനാഥന്റെ കയ്യിൽ നിന്ന് അടികിട്ടുമായിരുന്നു. കൂടാതെ അയാളുടെ ഇരട്ടപ്പേരും മറ്റു കുട്ടികൾ വിളിക്കുമ്പോൾ ഇയാളാകട്ടെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. ഓൾറെഡി തന്നെ സത്യക്കും സ്വാമിനാഥനും ഇടയിൽ പല തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പക്ഷെ ഇതിനിടയിലും അനീഷയും സത്യയും തമ്മിൽ നേരത്തെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. മെസ്സേജുകൾ അയക്കുമായിരുന്നു. ഒന്നും തന്നെ തന്റെ ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആനുവൽ ഡേ എത്തി. അന്നെങ്കിലും അവളോട് ആ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. താൻ ഇഷ്ടം തുറന്നു പറയാൻ പോവുകയാണെന്ന് മനീഷിനോട് അവൻ പറഞ്ഞതും മനീഷ് ആകെ ഡിസ്റ്റർബായി. മനീഷ് പറയുന്നുണ്ട്, നീ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയേണ്ട കാര്യമില്ല, കാരണം ഞാനും അനീഷയും തമ്മിൽ പ്രണയത്തിലാണ്. ഇത് കേട്ട് സത്യ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നീ എങ്ങനെ അവളെ സ്നേഹിച്ചു എന്നാണ് സത്യ ചോദിക്കുന്നത്. നീ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞാനും അവളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് അവളോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ ധൈര്യം കിട്ടി. ഞാനത് പറയുകയും അവളും എന്നോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. ഇതൊന്നും കേട്ട് സത്യക്ക് വിശ്വാസം വന്നില്ല. പക്ഷേ തങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാം തന്നെ സത്യയെ മനീഷ് കാണിക്കുന്നു. അതോടെ സത്യക്ക് മനസ്സിലായി അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ശരിക്കും അവൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ അത്രയധികം അനീഷയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ മുൻപ് നടന്ന കാര്യങ്ങളിൽ ആലോചിക്കുന്നു. അന്ന് അടി കിട്ടിയ സമയത്ത് അനീഷ വേദനിക്കുന്നു എന്ന് ചോദിച്ചത് തന്നോടായിരിക്കില്ല, അത് മനീഷിനോടായിരിക്കും. അങ്ങനെ ആനുവൽ ഡേയുടെ അന്ന് അവൻ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നത് അവൻ കാണുന്നത്. സ്വാമിനാഥൻ സാറ് ഗേൾസ് ബാത്റൂമിന്റെ അടുത്ത് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അയാളുടെ ബാക്കിലായിട്ട് ആ സമയം മനീഷ് നിൽപ്പുണ്ട്. മനീഷിനോട് നല്ല ദേഷ്യത്തിലായിരുന്നു സത്യ. ആ ദേഷ്യം അവനോട് തീർക്കാൻ പറ്റാത്തത് കാരണം സ്വാമിനാഥന്റെ മുഖത്ത് അവൻ ആഞ്ഞടിക്കുന്നു. ഓൾറെഡി തന്നെ ലേഡീസ് ബാത്റൂമിന്റെ അടുത്ത് ഇയാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നില്ലേ. ആ ദേഷ്യത്തിൽ അവൻ അടിച്ചതായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൻ ക്ലാസ്സിന് വന്നെങ്കിലും മനീഷിനോടോ അനീഷയോടോ അവൻ മിണ്ടിയില്ല. എപ്പോഴും അവൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് പലരും പല വഴിക്ക് പോയി. അപ്പൊ അനീഷയോട് ഇതുവരെയും നിന്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ എന്ന് മോനിഷ ചോദിച്ചതും സത്യ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ അവളോടത് പറഞ്ഞിട്ടില്ല എന്ന്. ക്ലാസ് കഴിഞ്ഞ് കുറച്ചുനാളും കൂടി അനീഷയും മനീഷും പ്രണയത്തിലായിരുന്നു. പിന്നീട് അവർ ബ്രേക്കപ്പ് ആയി. അത് കഴിഞ്ഞ് അനീഷ അവളുടെ ബന്ധത്തിൽ തന്നെയുള്ള ഒരു പയ്യനെ വിവാഹം കഴിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്തു. അവൾക്കിപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. ഇപ്പം നാട്ടിലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ അവളെക്കുറിച്ച് തനിക്ക് അറിയാവൂ എന്ന് സത്യ പറയുന്നു. തന്റെ ലവ് സ്റ്റോറി പറഞ്ഞു തീർന്ന സ്ഥിതിക്ക് നിനക്കാരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നു എന്ന് സത്യ മോനിഷയോട് ചോദിച്ചതും മോനിഷ പറയുന്നുണ്ട്, തനിക്കൊരു 2-3 പ്രണയം ഉണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലും വർക്ക് പ്ലേസിലും. കോളേജിലെ വർക്ക് പ്ലേസിലേക്ക് പെട്ടെന്ന് തീർന്നു പോയതാണ്. അതൊന്നും അത്ര സീരിയസ് അല്ലായിരുന്നു. പക്ഷെ സ്കൂളിലെ പ്രണയം അത് കുറച്ച് സീരിയസ് ആയിരുന്നു. നിന്നെ പോലെ തന്നെ ഞാനും അത് അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല. അതിന് കാരണവും നീ തന്നെയാണ്. ഇത് കേട്ടതും സത്യ ഒന്ന് ഞെട്ടി. ഞാൻ എങ്ങനെയാ നിങ്ങളുടെ കഥയിലെ വില്ലനാകുന്നു ചോദിക്കുന്നു. അപ്പോഴാണ് മോനിഷ തന്റെ കഥ പറയുന്നത്. സത്യ +2 പഠിക്കുന്ന സമയത്ത് മോനിഷ അവിടെ 10th-ലായിരുന്നില്ലേ. ക്ലാസ്സിലെ അത്യാവശ്യം തല്ലിപ്പൊളി ഗ്യാങ് ആയിരുന്നു മോനിഷയുടേത്. അവളും അവളുടെ കൂടെ വിനു എന്നും സന്ധ്യ എന്നും പേരുള്ള 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനെല്ലാം തന്നെ വെറുപ്പുള്ള 3 ആൾക്കാര്. മര്യാദയ്ക്ക് പഠിക്കത്തുമില്ല, എപ്പോഴും ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കും. അവരുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു ബാലാജി. ബാലാജിയുടെ അടുത്താണ് ഒരു ദിവസം മോനിഷ എക്സാം എഴുതാനിരുന്നത്. ടീച്ചർ കാണാതെ അവന്റെ പേപ്പർ എടുത്ത് അവൾ കോപ്പി അടിക്കുന്നു. അതിനുശേഷം ആ പേപ്പർ തന്റെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുന്നു. അവസാനം ഷെയർ ചെയ്ത് ആ പേപ്പർ തിരിച്ച് ബാലാജിയുടെ കയ്യിലേക്ക് ഒരു പയ്യൻ കൊടുക്കാൻ തുടങ്ങിയതും പേപ്പർ താഴെ വീഴുന്നു. ഇത് ആരുടെ പേപ്പറാണെന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചർ എല്ലാവരെയും വഴക്ക് പറയാൻ ആരംഭിച്ചു. മര്യാദയ്ക്ക് ഈ പേപ്പറിന്റെ ഉടമ എഴുന്നേറ്റില്ലെങ്കിൽ താനായിട്ട് കണ്ടുപിടിച്ചാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതോടുകൂടി ആകെ സങ്കടത്തില് ഇത് തന്റെ പേപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലാജി എഴുന്നേൽക്കുന്നു. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ പേപ്പറൊക്കെ ഷെയർ ചെയ്യുമെന്ന് ടീച്ചറിന് വിശ്വാസം വന്നില്ല. പക്ഷെ അപ്പോഴും അവൻ മോനിഷയുടെ പേര് പറഞ്ഞില്ല. അവളാണ് തന്റെ കയ്യിൽ നിന്ന് പേപ്പർ എടുത്തതെന്നും പറഞ്ഞില്ല. ആ വഴക്ക് മുഴുവൻ അവൻ ഒറ്റയ്ക്ക് കേൾക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ അവന്റെ പേരൻസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അത് വലിയ ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് മോനിഷയ്ക്ക് സങ്കടം തോന്നാൻ തുടങ്ങി. അവസരം കിട്ടിയപ്പോൾ അവൾ ആ ടീച്ചറിനിട്ടൊരു പണി കൊടുക്കുകയും ചെയ്തു. കണ്ണട ഊരി വെച്ചിട്ട് മുഖം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവര് കാണാതെ ആ കണ്ണട പോയി എടുത്ത് അവൾ അതെല്ലാം തല്ലി പൊട്ടിച്ചു കളഞ്ഞു. ആ സംഭവത്തിന് ശേഷം അവൾക്ക് ബാലാജിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്റെ പേര് കാട്ടിക്കൊടുക്കാത്തതിന്റെ പേരില്. എന്നാൽ ബാലാജി ആ സമയം തന്നെ അവളോടധികം മിണ്ടാറില്ലായിരുന്നു. അവളിങ്ങനെ വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ 2 സുഹൃത്തുക്കളും അവൾ സീരിയസ് ആയിട്ടാണ് പ്രണയിക്കുന്നതെന്നറിയാം. നീ ഇനിയെങ്കിലും അത് അവനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് അവൻ റിലേഷൻഷിപ്പിലാകുമെന്ന് പറഞ്ഞതോടുകൂടി ധൈര്യം സംഭരിച്ച് അവനോടത് തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു. ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ട് താനും ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അവിടം വരെ തന്റെ കൂടെ വരാമോ എന്ന് അവൾ അങ്ങോട്ട് പോയി അവനോട് ചോദിക്കുന്നു. ഒരു കാരണമുണ്ടാക്കി കുറച്ചുനേരം അവന്റെ കൂടെ നടക്കാനായിരുന്നു അവൾ ശ്രമിച്ചത്. അതിനിടയ്ക്ക് തന്റെ ഇഷ്ടവും തുറന്നു പറയാലോ. അങ്ങനെ കുറച്ചു ദൂരം നടന്നിട്ട് അവൾ ആ ഇഷ്ടം തുറന്നു പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ബാലാജി പറയുന്നുണ്ട്, ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ ഓടിക്കോ, ഞാനിവിടെ ഓടി രക്ഷപ്പെടുകയാണെന്ന്. എന്താ സംഭവം എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവള് പോയി നോക്കുമ്പോ കാണുന്നതാകട്ടെ നമ്മുടെ സത്യയും മനീഷും ചേർന്നിട്ട് ആ ജെയിംസുമായിട്ട് അടിയുണ്ടാക്കുന്നത്. അവരെ അടിയുണ്ടായിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു മോനിഷയും ബാലാജി അതുവഴി വന്നത്. ഈ അടി കണ്ടതും പേടിച്ചുപോയ ബാലാജി അവിടെ ഒന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അതുവഴി വന്നൊരു ഓട്ടോക്കാരന് കൈ കാണിച്ച് മോനിഷയാകട്ടെ പയ്യന്മാർ അടിയുണ്ടാക്കുന്ന അവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ അയാളോട് പറയുന്നു. പക്ഷെ അപ്പോഴും അവൾ ഓർത്തുകൊണ്ടിരുന്നത് ഈ നിസ്സാരമായിട്ടുള്ള അടി കണ്ടിട്ട് ബാലാജി എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടിയതെന്നാണ്. അവൻ അത്യാവശ്യം നല്ലൊരു പേടിത്തൊണ്ടനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതിവൾ തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. പക്ഷെ വേറെ ആരോടും പറയരുതെന്നാണ്
എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. എന്നാൽ പിറ്റേന്ന് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അതവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ സന്ധ്യ എന്ന് പറയുന്ന ഫ്രണ്ട് ആകട്ടെ എല്ലാവരോടും ഇത് ഷെയർ ചെയ്തിരിക്കുന്നു. ക്ലാസ്സിലെ മറ്റു കുട്ടികളെല്ലാം തന്നെ ബാലാജിയെ കളിയാക്കാൻ തുടങ്ങി. തലേന്ന് രാത്രി ഈ സംഭവം നടക്കുമ്പോൾ അവിടെ മോനിഷ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് എല്ലാവരോടും ഇത് പറഞ്ഞതെന്ന് ബാലാജി തെറ്റിദ്ധരിക്കുന്നു. അതിന്റെ പേരിൽ പിന്നീട് ബാലാജി ഒരിക്കൽ പോലും മോനിഷയുടെ മുഖത്ത് പോലും നോക്കിയില്ല. സന്ധ്യയാണല്ലോ ഇത് മറ്റു കുട്ടികളോടെല്ലാം പറഞ്ഞത്. അത് കാരണം അവൾ സന്ധ്യയുടെ മുഖത്തിടിക്കുന്നു. രണ്ടുപേരെയും പ്രിൻസിപ്പള് റൂമിൽ വിളിച്ച് വാണിംഗ് കൊടുത്തു. സന്ധ്യ മോനിഷ ഇടിച്ചതറിഞ്ഞിട്ട് സന്ധ്യയുടെ കാമുകനായ സന്തോഷാകട്ടെ മോനിഷയുമായിട്ട് വഴക്കിടുന്നു. അവളാകട്ടെ ദേഷ്യത്തില് അവന്റെ കാലിൽ കോമ്പസ് കൊണ്ട് കുത്തുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം മോനിഷ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. തന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള കൂട്ടെല്ലാം തന്നെ അവൾ വിട്ടു. പലതവണ ബാലാജിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിവായി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ക്ലാസ് തീരാറായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫ്സും മറ്റും എഴുതുന്നുണ്ടായിരുന്നു. ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം കൊടുക്കുന്ന സ്ലാം ബുക്ക് അവൾ ബാലാജിക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതണമെന്ന് പറയുന്നു. എന്നോടുള്ള വെറുപ്പാണെങ്കിലും കുഴപ്പമില്ല, അതെല്ലാം ഇതിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. അവനായിട്ട് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. എന്തെങ്കിലും അവൻ എഴുതട്ടെ എന്ന് കരുതിയിട്ട് അവൾ അതവിടെ വെച്ചിട്ട് പോയതാണ്. എഴുതിയിട്ട് അവൻ തിരിച്ചു തരുമെന്ന് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അവനത് തിരിച്ചു കൊടുത്തതേയില്ല. എക്സാമിന്റെ ടൈമിലൊന്നും തന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് തന്റെ മനസ്സിലെ ഇഷ്ടം അവൾ തുറന്നു പറഞ്ഞില്ല. അങ്ങനെ ആനുവൽ ഡേ എത്തി. ബാലാജിയോട് അന്നെങ്കിലും തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൾ വിചാരിച്ചതാണ്. കൂടാതെ സന്ധ്യയുമായിട്ട് അവൾ മിണ്ടിയിട്ടും കുറെ നാളായി. വിനു ആകട്ടെ അവളോട് പറയുന്നുണ്ട്, സന്ധ്യയ്ക്ക് നിന്നോട് സോറി പറയണമെന്നുണ്ട്, പക്ഷെ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തത് കാരണം അവൾ പറയാതിരിക്കുന്നതാണ്. ആ സമയത്താണ് മോനിഷയ്ക്ക് മനസ്സിലായത് ബാലാജിയുടെ തണ്ട് സോറി പറയേണ്ടതായിരുന്നു എന്ന്. അവള് കാരണമാണല്ലോ ഇവനെന്ന് പേടിച്ചോടിയ കാര്യം ക്ലാസ്സിൽ അറിഞ്ഞതും മറ്റു കുട്ടികളെല്ലാം ഇവനെ കളിയാക്കാൻ തുടങ്ങിയതും. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് അവനോട് സോറിയും പറഞ്ഞ് അവന്റെ ഇഷ്ടവും പറയാന്ന് തീരുമാനിച്ച് അവൾ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ സൈഡിലേക്ക് പോയി. ആ സമയം സന്തോഷും സന്ധ്യയും തമ്മിൽ എന്തോ വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു. മുഖം കഴുകാൻ ആ ഏരിയയിലേക്ക് പോയതും അവിടെ നമ്മുടെ സത്യ നിന്ന് കരയുന്നുണ്ട്. അന്ന് അനീഷയും മനീഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞിട്ട് സത്യ സങ്കടത്തിൽ നിൽക്കുന്ന സമയമായിരുന്നല്ലോ. ഇവളെ കണ്ടതും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. അതിനിടയ്ക്കാണ് ആ സ്വാമിനാഥൻ സാറിന്റെ പ്രശ്നവും ഇഷ്യൂസും വന്നതും സത്യ അയാളെ അടിക്കുന്നതും ഒക്കെ. പിന്നീട് ആ ഒരു ദിവസം മോനിഷയ്ക്ക് ബാലാജിയുടെ ഇഷ്ടം തുറന്നു പറയാനും പറ്റിയില്ല. ഇതൊക്കെയാണെങ്കിലും അന്ന് നീ സ്വാമിനാഥൻ സാറിനെ അടിച്ചത് മോശമായി പോയി എന്ന് മോനിഷ പറയുന്നു. അതൊക്കെ വിട്, പിന്നീട് നീ അവനോട് പ്രണയമൊന്നും തുറന്നു പറഞ്ഞില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, പിന്നെ ഫൈനൽ എക്സാം തുടങ്ങിയത് കാരണം അതിനിടയ്ക്ക് ഞാൻ അവനോട് ഇഷ്ടമൊന്നും തുറന്നു പറയാൻ നിന്നില്ല എന്ന്. ലാസ്റ്റ് ഡേ അവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് അവളുടെ അമ്മ നേരത്തെ വന്ന് അവളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവനെ പിന്നെ കണ്ടിട്ടുമില്ല. അപ്പൊ സത്യ ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഇഷ്ടം ഇതുവരെ അപ്പൊ അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലേ എന്ന്. അന്നത്തെ ആ ഇമോഷൻസും ആ വിഷമവും ഒക്കെ പിന്നീട് സ്ഥലമൊക്കെ മാറി വേറെ കോളേജിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും മറന്നുപോയി. പക്ഷെ ഇപ്പോഴും നല്ലൊരു മെമ്മറി ആയിട്ട് ആ പ്രണയം ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തങ്ങളുടെ ആദ്യ പ്രണയത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പയ്യനാകട്ടെ മോനിഷയോട് വന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വലിയ ഫാനാ, ഒരു സെൽഫി എടുത്തോട്ടെ എന്ന്. അങ്ങനെ ഇവർ സെൽഫി എടുത്തോണ്ട് നിൽക്കുന്ന സമയത്താണ് സത്യ ഓർക്കുന്നത്, ഇവളെ ഞാൻ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തില്ലല്ലോ എന്ന്. അവളുടെ പ്രൊഫൈലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൾ അത്യാവശ്യം നല്ല ഫേമസ് ആണെന്ന്. മോനിഷയാകട്ടെ സത്യയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫസ്റ്റ് ലവ് ആയ അനീഷയെ നീ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നീ ഇപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? അതൊന്നും എനിക്കറിയില്ല, അവളുടെ മാരേജ് കഴിഞ്ഞതല്ലേ, ഇനി എന്തായാലും ഒന്നും നടക്കില്ലല്ലോ എന്നാണ് അവൻ പറയുന്നത്. ഞാൻ പക്ഷെ ബാലാജി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യുമെന്ന് അവള് പറഞ്ഞതും സത്യക്ക് കുറിച്ച് അസൂയ തോന്നുന്നുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ചിലപ്പോൾ കല്യാണം കഴിഞ്ഞില്ലെങ്കിലോ, അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് അവള് ചോദിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവളെ സത്യക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവളെ എങ്ങനെ കൈവിട്ട് കളയാൻ അവന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളാകട്ടെ ഒരു ചലഞ്ച് വെക്കുകയാണ് അവന്റെ മുന്നിൽ. നമ്മുടെ രണ്ടുപേരുടെയും പ്രണയം തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവർ രണ്ടുപേരെയും കണ്ടെത്തി അന്ന് നമുക്ക് അവരോട് തോന്നിയ പ്രണയം ഇപ്പോൾ തുറന്നു പറയാമെന്ന്. ആ ഐഡിയ അത്ര നല്ലതല്ല എന്ന് അവന് തോന്നി. പക്ഷെ അവളെ നിർബന്ധിച്ചതോടുകൂടി അവൻ സമ്മതിക്കുന്നു. ബാലാജിയെ അവളും കണ്ടെത്തണം, അനീഷയെ അവനും കണ്ടെത്തണം. അതിന് നമുക്ക് ആദ്യം നമ്മുടെ സ്കൂളിലേക്ക് പോകണം, ബാക്കി കാര്യങ്ങള് നമുക്ക് ഫോണിലൂടെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവന് നമ്പർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവളുടെ നമ്പർ അവൻ ഫോണിൽ സേവ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഫുൾ നമ്പരും അവൾ പറയുന്നതിന് മുമ്പ് ബില്ലുമായിട്ട് അവിടുത്തെ ബോയ് വന്നു. ബില്ല് കൊടുത്തിട്ട് ഇവൾ ബൈ പറഞ്ഞു പോവുകയും ചെയ്തു. പെട്ടെന്നാണ് അവൻ ഓർമ്മ വരുന്നത് അവളുടെ ഫുൾ ഫോൺ നമ്പരും അവൾ തന്നില്ലല്ലോ എന്ന്. ഓട്ടോയുടെ പിറകെ കുറെ ഓടിയെങ്കിലും അവൾ അത് കണ്ടതുമില്ല. ഇനി അവളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന അറിയാതെ അവൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം അവളാകട്ടെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയതും. തന്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് മോനിഷയുടെ നമ്പർ ചോദിക്കാൻ അവനൊരു ചമ്മല് തോന്നി. അത് കാരണം അവൻ അത് ചെയ്തില്ല. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അവൻ കുറെ മെസ്സേജ് അയക്കുന്നു. അവളാകട്ടെ ആദ്യമേ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം മെസ്സേജസ് ഒന്നും നോക്കാറില്ല എന്ന്. അവൾ പറഞ്ഞ പോലെ തന്നെ അതൊന്നും അവൾ ശ്രദ്ധിച്ചിട്ടുമില്ല. ഒടുവിൽ ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ഫോട്ടോയുടെ താഴെ അവൻ കമന്റ് ചെയ്യുന്നു. എന്നിട്ട് തന്നെ നമ്പറും കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കാരണം അതും അവൾ ശ്രദ്ധിച്ചില്ല. അവൾ ഏതെങ്കിലും മെസ്സേജ് നോക്കുമെന്ന് കരുതി അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിക്കാത്ത കാരണം അവൻ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് അവന്റെ സഹോദരോട് ചോദിച്ചിട്ട് മോനിഷ പിറ്റേന്ന് രാവിലെ തന്നെ അവനെ തിരക്കി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ എന്നെ വിളിക്കാഞ്ഞെന്ന് ചോദിച്ച് അവൾ ബഹളം ഉണ്ടാക്കുന്നു. ആ സമയം അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ ഫുൾ നമ്പർ എനിക്ക് കിട്ടിയില്ല എന്നും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറെ മെസ്സേജ് അയച്ചു എന്നൊക്കെ. അതെല്ലാം അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ചെറിയ പ്രശ്നം സോൾവ് ആയ സ്ഥിതിക്ക് അവൾക്ക് വേണ്ടിയിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറയുന്നു. അവന് കുക്കിംഗ് ഒക്കെ അറിയാമെന്നറിഞ്ഞതോടുകൂടി അവൾ ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് പുറത്തു പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു. തിരിച്ചു വരുന്നത് അവൾ താമസിക്കുന്ന റൂമിന്റെ അടുത്തുകൂടിയായിരുന്നു. അവിടെ നിന്നും തന്റെ സാധനങ്ങളും എടുത്തിട്ട് അവൾ നേരെ സത്യയുടെ വീട്ടിലേക്ക്
വീട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു മുറി ഒഴിവുള്ളതുകൊണ്ട് തൽക്കാലം ഇവര് തങ്ങളുടെ പഴയ സ്കൂളിലേക്ക് പോകുന്നിടം വരെ അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി രണ്ടുപേരും ഒരുമിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അവൻ കുക്ക് ചെയ്ത ബിരിയാണി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പഴയ സ്കൂളിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് തങ്ങൾ സ്നേഹിച്ചിരുന്ന ആ രണ്ടാൾക്കാരും ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ അവർ ശ്രമം നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും സെർച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ പഴയ ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. മോനിഷ ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ സത്യയെ സംബന്ധിച്ച് അവൻ അനീഷയെ കണ്ടുപിടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നും തന്നെയില്ല. അവൻ എങ്ങനെയെങ്കിലും മോനിഷയെ ഇംപ്രസ് ചെയ്യണം, അവളെ വിവാഹം കഴിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കാമെന്നതായിരുന്നു അവൻ ആ ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഇതവൾ കണ്ടുപിടിച്ചതോടുകൂടി അവൾ അവനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവിടെ വെറുതെ എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. ഒരാളെ പോലും നീ വിളിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. എന്നാൽ സത്യ പറയുന്നുണ്ട് എനിക്കെങ്ങനെ വിളിച്ച് അന്വേഷിക്കാൻ ഒരു ഫ്രണ്ട് പോലും ഇല്ല എന്ന്. ആകെ ഉണ്ടായിരുന്നത് ആ മനീഷ ആയിരുന്നു. അവനാകട്ടെ അനീഷയായിട്ട് പ്രണയത്തിലായതോടുകൂടി അവനുമായിട്ട് ഞാൻ ബന്ധമൊന്നുമില്ല. അവനെ വിളിച്ചിട്ടും കുറേയായി. ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി തന്നെ അവനെ വിളിച്ചു നോക്കാൻ മോനിഷ പറഞ്ഞതോടുകൂടി അവൻ തന്റെ പഴയ ഫ്രണ്ടിനെ വിളിക്കുന്നു. രണ്ടുപേരും കുറെ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി കരയാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി. മോനിഷ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. അനീഷയെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും അനീഷയും തമ്മിൽ ഇപ്പോഴും ചെറിയ കോണ്ടാക്ട് ഉണ്ട്, അല്ലാതെ പഴയ പോലെ അത്ര വലിയ ബന്ധമൊന്നുമില്ലാന്ന് അവൻ പറയുന്നു. എന്നാലും കുഴപ്പമില്ല, അനീഷയുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ അനീഷയുടെ കോണ്ടാക്ട് ഇവർക്ക് കിട്ടി. പക്ഷെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്റെ സുഹൃത്തിനോട് സത്യ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഞാനായിട്ട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവൾക്ക് ഓൾറെഡി അത് അറിയാമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം ക്ലാസ്സിലായിരുന്ന സമയത്ത് തന്നെ നീ അവളുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നില്ലേ. ആ ടൈമില് അനീഷ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ ഫ്രണ്ട് സത്യ ആളെങ്ങനെയാണ്, അവൻ എന്നോട് പ്രണയമുള്ളതുപോലെ അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അനീഷയോടുള്ള മോനിഷിന്റെ ഇഷ്ടം കൊണ്ട് അവൻ അങ്ങനെയൊന്നും ഇല്ലാന്നാണ് അവളോട് കള്ളം പറഞ്ഞത്. ഇത് കേട്ടതോടെ സത്യക്ക് ദേഷ്യം വരുന്നു. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നിട്ട് പോലും അവൾ ഇങ്ങോട്ട് ആ ഡൗട്ട് ചോദിച്ചിട്ട് നീ എന്തുകൊണ്ടാ അത് തുറന്നു പറയാഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യ അവനോട് വീണ്ടും വഴക്കുണ്ടാക്കി ഫോൺ വെച്ചു. അതൊക്കെ വിട്ടേക്ക്, നമുക്കിപ്പോൾ അനീഷയെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളുള്ള സ്ഥലത്തേക്ക് മോനിഷ സത്യയും കൂട്ടി പോകുന്നു. ട്രെയിനിൽ പോകുന്ന വഴിക്കെല്ലാം തന്നെ അവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, കൂടുതൽ അടുക്കുന്നുണ്ട്. അവളുടെ ഇൻസ്റ്റഗ്രാമിലെ റീലെല്ലാം തന്നെ അവനിരുന്ന് കാണുകയായിരുന്നു. അതില് എല്ലാത്തിലും തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കമന്റും ലൈക്കും ഒക്കെ വരുന്നുണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് വന്ന പല കമന്റ്സും അവൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളെ വല്ലാതെ ആരാധിക്കുന്ന ഒരാളാണെന്ന് സത്യക്ക് ആ കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി. അവളുടെ ആ ആരാധകന് അവളോട് ചിലപ്പോൾ പ്രണയമായിരിക്കാം. ആ ആരാധകന്റെ കമന്റ് അവൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ട് അവൻ അസൂയം തോന്നുന്നുണ്ട്. ട്രെയിനിൽ പോകുന്നതിനിടയ്ക്ക് പലപ്പോഴും സത്യക്ക് പലരുടെയും കോള് വരുന്നുണ്ട്. അവന്റെ അച്ഛൻ നാട്ടില് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുമായിരുന്നു. അവരൊക്കെ ഇവനെ വിളിച്ചിട്ടാണ് കാശ് ചോദിക്കുന്നത്. എന്താ പ്രശ്നമെന്ന് മോനിഷ ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛന് നേരത്തെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ മരണശേഷം പിന്നെ അതത്ര നല്ല രീതിയിലൊന്നും പോയില്ല. അച്ഛനത് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടമൊക്കെ വാങ്ങിയാണ്. അതിന്റെ ഒന്നും ആവശ്യം അച്ഛനില്ല. ഞങ്ങളെല്ലാവരും അച്ഛനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ആ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ച് അത് നല്ല രീതിയിൽ പോകാതെ വലിയ വലിയ കടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് മോനിഷ അവനോട് ചോദിച്ചെങ്കിലും അവൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എന്ന്. അവളുടെ പേരൻസിനെ കുറിച്ച് അവൻ ചോദിച്ചപ്പോൾ അവള് പറയുന്നുണ്ട് തനിക്കിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി. അച്ഛന് ഒരുപാട് സ്മോക്ക് ചെയ്യുമായിരുന്നു. പലതവണ അച്ഛനോട് അത് കിട്ടിയാൻ ഞാൻ പറഞ്ഞതാ. ഒടുവിലവളുടെ ബഹളവും നിർബന്ധമൊക്കെ കാരണം അവളുടെ അച്ഛൻ അത് കിട്ടിയതെങ്കിലും പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ലങ് ക്യാൻസർ വന്ന് അവളുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു. സ്കൂളിൽ എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അവളുടെ അമ്മ വന്ന് അവളെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോയില്ലേ. അന്ന് അവളുടെ അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. ആ 2 വർഷക്കാലം അവൾ ഹോസ്റ്റലിലായിരുന്നു. അച്ഛൻ ക്യാൻസർ ആയിട്ട് ചികിത്സയിലിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വീട്ടുകാർ അവളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവളെ സ്കൂളിന്റെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയതും. അതുകൊണ്ട് അച്ഛന്റെ അവസാന നാളുകളിൽ അച്ഛന്റെ കൂടെ ഇരിക്കാൻ പോലും തനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അവൾ പറയുന്നു. പിന്നീട് അമ്മയുടെ സെക്കൻഡ് മാരേജ് ഒക്കെ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പെട്ടെന്ന് അവൾക്ക് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് സത്യയുടെ അച്ഛനെ കൊണ്ട് തന്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ചുകൂടാന്ന് തോന്നി. കാരണം സത്യയുടെ അമ്മയും നേരത്തെ മരിച്ചുപോയതാണ്. എന്നാൽ ഇത് കേട്ട് സത്യ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല എന്ന്. അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ബ്രദറും സിസ്റ്ററായി മാറും. അതെന്തായാലും വേണ്ട, നമുക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് കേട്ട് അവൾക്കും ചിരി വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ ട്രെയിൻ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവൾ നേരത്തെ ഉണർന്ന് അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ചെല്ലുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. അവൻ അറിയാതെ അവളൊരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം പിന്നീട് രണ്ടുപേരും റെയിൽവേ സ്റ്റേഷനിൽ നിന്നിറങ്ങി അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഒരു ഡബിൾ ബെഡ് റൂമായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അവൻ റെഡിയായ ശേഷം അവളോട് പറയുന്നുണ്ട് നീ റെഡിയായിട്ട് വാ, ഞാൻ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന്. അവൾ ഇവിടേക്ക് വന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് കൂടിയുണ്ട്. അതുകൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം അനീഷയെ കാണാൻ പോകാൻ. അവൾ റെഡിയാകുന്ന സമയം കൊണ്ട് അവൻ റിസപ്ഷനിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം അവൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ഒരു സ്റ്റോറി അവൻ കാണുന്നുണ്ട്. അവൻ അറിയാതെ അവളെടുത്ത ആ സെൽഫി ആയിരുന്നു അത്. അത് കണ്ടതും അവൻ ഒരുപാട് ഹാപ്പിയായി. അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഇവർ മോനിഷയുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിനെത്തി. മോനിഷ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോനിഷയുമായിട്ട് വഴക്കുണ്ടാക്കിയിരുന്ന അവളുടെ സന്ധ്യ എന്ന് പറയുന്ന ഫ്രണ്ടില്ലേ, അവൾക്കൊരു കാമുകനുണ്ടായിരുന്നില്ലേ സന്തോഷ് എന്ന് പറഞ്ഞിട്ട്. ആ പയ്യന്റെ വിവാഹമായിരുന്നു ഇപ്പോൾ നടക്കുന്നത്. അതും മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ. സന്ധ്യ സന്തോഷം അന്ന് തന്നെ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഈ കല്യാണത്തിന് നിന്റെ ലൈഫിലെ ഒരു വലിയ തെറ്റിദ്ധാരണ മാറുമെന്ന്
സത്യയോട് അവൾ പറയുന്നു. അതെന്താണെന്ന് സത്യക്ക് മനസ്സിലായില്ല. സ്വാമിനാഥൻ സാറിനെ പറ്റിയാണ് താൻ പറയുന്നതെന്ന് പറഞ്ഞതും സത്യ സംശയത്തോടെ അവളെ നോക്കി. അന്ന് നീ അയാളെ അടിച്ചില്ലേ, അത് വലിയൊരു തെറ്റായിരുന്നു. ആനുവൽ ഡേക്ക് നടന്ന കാര്യങ്ങളിൽ അവൾ തുറന്നു പറയുന്നു. അന്ന് സന്ധ്യയും സന്തോഷം തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി. അവൾ അവനോട് വഴക്കുണ്ടാക്കിയ സമയത്ത് അവൻ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിന്റെ ന്യൂഡ് ഫോട്ടോസ് എല്ലാം തന്നെ താൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന്. ഇത് കേട്ട് ആകെ ടെൻഷനായിട്ട് അവൾ വിനുവിനോട് വന്ന് കാര്യങ്ങൾ പറയുന്നു. അവൻ അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും, വെറുതെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ വിനു പറഞ്ഞെങ്കിലും സന്ധ്യ വല്ലാത്ത പേടിയിലായിരുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സ്വാമിനാഥൻ സാർ കാണുന്നു. അയാൾ കാര്യം അന്വേഷിക്കുന്നു. സന്തോഷ് തന്നെ ബാത്റൂമിന്റെ സൈഡിലേക്ക് വിളിച്ചിട്ടുണ്ട്, അവിടേക്ക് ചെല്ലാനാ പറഞ്ഞതെന്ന് സന്ധ്യ പറഞ്ഞതും നീ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, ഞാൻ പോയി അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സ്വാമിനാഥൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. സാറിനെ കണ്ടതും സന്തോഷം കൂട്ടരും ഗേൾസ് ടോയ്ലറ്റിന്റെ മതിൽ ചാടി ഒരു സൈഡിലേക്ക് ഓടിപ്പോയി. സ്വാമിനാഥൻ സാർ ഗേൾസ് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് ചെന്നതും അകത്തു നിന്നും കുറച്ച് സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ഇയാളെ കണ്ട് തെറ്റിദ്ധരിച്ചു. അതായിരുന്നു അന്ന് ആനുവൽ ഡേക്ക് ഉണ്ടായ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് അന്ന് സത്യ അയാളെ അടിച്ചതും. എല്ലാവരും അയാളെ തെറ്റിദ്ധരിച്ചു. ഇത് കേട്ടതും സത്യ ആകെ ഒരു വല്ലാത്ത ഷോക്കിലായി പോയി. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. സ്വാമിനാഥൻ സാർ ഈ കല്യാണത്തിന് വരുന്നുണ്ട്, നീ അയാളോട് മാപ്പ് പറയണമെന്ന് മോനിഷ പറഞ്ഞതും അവൻ അയാളെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ അവനോട് വന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നു. നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ആ സമയം എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു, പക്ഷെ എനിക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യം മറ്റൊന്നാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരുപോലെ എന്നെ തെറ്റിദ്ധരിക്കണമെങ്കിൽ ഞാൻ നല്ലൊരു അധ്യാപകനല്ലായിരുന്നിരിക്കാം. നിങ്ങളോട് നല്ലപോലെ ഇടപഴകി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നതെന്ന് കേൾക്കാനെങ്കിൽ നിന്നേനെ. അല്ലെങ്കിൽ നിങ്ങൾ ആരും എന്നെ ഇങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കില്ലായിരുന്നു. എന്താണെങ്കിലും പരസ്പരം പണ്ടുണ്ടായിരുന്ന ആ വെറുപ്പും ദേഷ്യവും എല്ലാം തന്നെ അവർ മറന്നിട്ട് സത്യ അയാളോട് സോറി പറയുന്നു. അയാൾ അവനോട് ക്ഷമിക്കുകയും ചെയ്തു. കൂടാതെ മോനിഷ അവനോട് പറയുന്നുണ്ട്, അന്ന് സന്ധ്യയുടെ ബ്രേക്കപ്പ് ആയി അവളെ ഭീഷണിപ്പെടുത്തിയ സന്തോഷില്ലേ, അവന്റെ കല്യാണത്തിന് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. അന്ന് അവർക്കിടയിൽ വഴക്കുണ്ടായ സമയത്ത് അവൾ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിൽ വെറുതെ അവൻ ഭീഷണിപ്പെടുത്തിയതാ, അല്ലാതെ അവൻ സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അന്ന് ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ സന്ധ്യയോട് വന്ന് മാപ്പ് പറയുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയി മാറി. കല്യാണമൊക്കെ കൂടിയ ശേഷം അവരടുത്തൊക്കെ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് മോനിഷയുടെ ആ ആരാധകനില്ലേ, അയാൾ മോനിഷയുടെ സ്റ്റോറി കണ്ടിട്ടാകണം നമ്മുടെ സത്യക്ക് അയാൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. റിയൽ നെയിമൊന്നും ആയിരുന്നില്ല അയാളുടെ അക്കൗണ്ടിലുണ്ടായിരുന്നത്, ടെക്കീറോ എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിനർത്ഥം ഐ ലവ് യു എന്നായിരുന്നു. അയാൾ തന്റെ അക്കൗണ്ടിൽ നിന്ന് മോനിഷയെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. തന്റെ നല്ലൊരു ആരാധകനായോണ്ട് മോനിഷ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തനിക്ക് എന്തിനാണ് ഇവൻ റിക്വസ്റ്റ് അയച്ചതെന്ന് സത്യ ചിന്തിക്കുകയായിരുന്നു. അതവൻ അവളോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മിക്കവാറും അവൻ എന്റെ സ്റ്റോറി കണ്ടിട്ട് നിനക്ക് റിക്വസ്റ്റ് അയച്ചതായിരിക്കാം. അവന് ശരിക്കും എന്നോട് പ്രണയമാണെന്നാ തോന്നുന്നത്. എന്റെ സ്റ്റോറിയിൽ മറ്റൊരു പയ്യനെ കണ്ടപ്പോൾ അസൂയ തോന്നിയിട്ട് നിനക്ക് റിക്വസ്റ്റ് അയച്ചതായിരിക്കാം. സത്യ ആരാധകന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മോനിഷ കുറച്ചു നേരം കിടന്നുറങ്ങി. അവളുടെ ഫോൺ ചാർജിനിട്ടിരിക്കുകയായിരുന്നു. അവൾ സ്റ്റോറി ഇട്ടിരിക്കുന്ന കണ്ടിട്ട് അവളോട് ഇനി അവൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല, നിന്റെ ഫോണൊന്ന് ഞാൻ കോൾ ചെയ്യാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് സത്യ അവളുടെ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുന്നു. അതിൽ അവളുടെ ഫോട്ടോ കണ്ടിട്ട് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ച് ആ ആരാധകൻ അവൾക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബോയ് ഫ്രണ്ട് അല്ല, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്നാണ് അവൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ സത്യ ഒരുപാട് ഹാപ്പിയായി. സന്തോഷത്തോടുകൂടി അവൻ വന്ന് ആ ആരാധകന്റെ റിക്വസ്റ്റിംഗ് അക്സെപ്റ്റ് ചെയ്തു. എന്നാൽ അവൻ തന്റെ ഫോൺ ചെക്ക് ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലായതും അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. നീ ഈ റൂമിൽ നിൽക്കണ്ട, പുറത്തു പോ, വേറെ റൂം എടുക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് അടുത്തുള്ള റൂം അവന് വേണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അനുവാദമില്ലാതെ അവളുടെ ഫോൺ എടുത്തത് തെറ്റാണെന്ന് അവൻ അറിയാം. അവൻ കുറെ സോറി പറഞ്ഞെങ്കിലും അവൾ അവനോട് മിണ്ടിയില്ല. അന്ന് വൈകുന്നേരം സന്തോഷിന്റെ മാരേജ് പാർട്ടി ഉണ്ടായിരുന്നു ഒരു പബ്ബിൽ വെച്ചിട്ട്. മോനിഷ സത്യയുടെ കൂടെയല്ല പോയിരുന്നത്, അവൾ മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ അവിടേക്ക് പോകുന്നു. തന്നെ അവൾ അവഗണിക്കുന്ന കണ്ടിട്ട് അവന് നല്ല ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ടായിരുന്നു. എന്നാൽ തിരിച്ച് റൂമിലെത്തി കഴിയുമ്പോൾ അവൻ അവളോട് കുറെ സോറി പറയുന്നു. നീ ഭയങ്കര ചീപ്പായിട്ടാ ബിഹേവ് ചെയ്തതെന്നാണ് അവള് പറയുന്നത്. എനിക്ക് ആ സമയം ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെക്ക് ചെയ്തത്, നീ എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറെ സോറി പറഞ്ഞതും അവൾ അവനോട് ക്ഷമിക്കുന്നു. പിറ്റേന്ന് അവർ രണ്ടുപേരും നേരെ പോകുന്നത് അവരുടെ പഴയ സ്കൂളിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ സത്യയുടെ പഴയ ഫ്രണ്ട് ജാഫർ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അവന്റെ ഹെൽപ്പോട് കൂടി ബാലാജിയുടെ ഡീറ്റെയിൽസും അവർ അവിടെ നിന്ന് എടുക്കുന്നു. കൂടാതെ ജാഫറിൽ നിന്ന് അവർ അറിയുന്നുണ്ട് അനീഷ ലാസ്റ്റ് വീക്ക് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു. തങ്ങൾ രണ്ടുപേരും തങ്ങളുടെ ഫസ്റ്റ് ലവിനെ കാണാൻ വേണ്ടി എടുത്ത തീരുമാനത്തെ പറ്റിയെല്ലാം തന്നെ അവർ ജാഫറിനോടും പറയുന്നു. ആ ഐഡിയ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒടുവില് അനീഷയെ കോണ്ടാക്ട് ചെയ്തിട്ട് മോനിഷയാകട്ടെ സത്യ അനീഷയും തമ്മിൽ കാണിക്കാൻ വേണ്ടി ഒരു കഫേയിലേക്ക് വിളിക്കുന്നു. വളരെ ടെൻഷനോട് കൂടിയാണ് സത്യ അവിടേക്ക് ചെല്ലുന്നത്. മോനിഷ അവനെ ഹഗ് ചെയ്ത് അവന്റെ ടെൻഷനെല്ലാം മാറ്റുന്നു. എന്നിട്ട് അനീഷയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ അവൾ ഒരു അവസരം ഒരുക്കി കൊടുത്തു. എന്നാൽ അവനായിട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അനീഷ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും താൻ അറിഞ്ഞു എന്ന്. തലേന്ന് മനീഷ് കോൾ ചെയ്തിട്ട് എല്ലാം പറഞ്ഞിരുന്നു എന്ന്. നിനക്ക് എന്നോടുണ്ടായിരുന്ന ലവിനെ പറ്റി എല്ലാം തന്നെ. എല്ലാം കേൾക്കുമ്പോ എനിക്കിപ്പോ ചിരിയാണ് വരുന്നത്. പക്ഷെ അവൻ പറയുന്നതിന് മുൻപേ എനിക്കിതെല്ലാം അറിയാം. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്. എന്നെ ഒരാൾ എങ്ങനെയാണ് നോക്കുന്നതെന്നും എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നതെന്നൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സിലാവും അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. നീ ആകിട്ട് എന്നോട് അധികം സംസാരിക്കാറില്ല. FBയിലാണ് കൂടുതലും ചാറ്റ് ചെയ്യുന്നത്. നേരിട്ട് കാണുമ്പോൾ എന്നോടൊന്നും പറയുന്നില്ല. അതൊക്കെ കൊണ്ട് നീ ഒരു സ്ട്രേഞ്ചറിനെ പോലെ എനിക്ക് തോന്നിയത്. മനീഷ് എന്നോട് തുറന്ന് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോട് റിലേഷൻഷിപ്പിലായതും. പക്ഷെ ഇതെല്ലാം ഇപ്പൊ സംസാരിക്കുമ്പോൾ ഒരു തമാശയായിട്ടാ തോന്നുന്നത്. എന്താണെങ്കിലും ആ നല്ല മെമ്മറീസ് ഓർത്ത് ഇവർക്കിപ്പോ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അന്ന് അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ അവൾക്ക് കൊടുക്കുന്നു. അതിൽ അവളുടെ കണ്ണുകൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൽ നോക്കിയിട്ട് അവളുടെ പേര് പല
ലാംഗ്വേജസിൽ അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അനീഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്താണെങ്കിലും നീ പറയാൻ വന്ന കാര്യം അങ്ങ് പറയുന്ന അവൾ പറഞ്ഞതും ഒരുപാട് ധൈര്യം സംഭരിച്ച് പണ്ട് പറയാൻ പറ്റാതെ പോയ ആ ഐ ലവ് യു അവൻ അവളോട് തുറന്നു പറയുന്നു. അവൾ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എന്തായാലും പറ്റത്തില്ല, എന്റെ കല്യാണം കൊഴിഞ്ഞു, എനിക്കൊരു കുട്ടിയുമായി, ഇതേ രണ്ടാമത്തത് വരാനും പോകുന്നു. ഇത് കേട്ട് സത്യം ചിരിക്കുന്നു. തന്റെ മനസ്സിൽ കുറെ കാലം കൊണ്ടു നടന്നിരുന്ന ആ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം അവൻ വീണ്ടും അവളോട് ചോദിക്കുന്നു, അന്ന് എനിക്ക് അടികിട്ടിയ സമയത്ത് വേദനിച്ചു എന്ന് നീ ചോദിച്ചത് എന്നോടായിരുന്നു എന്ന്. അത് ഞാൻ നിന്നോട് തന്നെയാ ചോദിച്ചത്, അല്ലാതെ മനീഷിനോടൊന്നും അല്ല എന്ന് അവൾ പറയുന്നു. അവൻ ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുത്തത് അവളുടെ ആ ഒരു ഉത്തരവായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. സത്യ മോനിഷയോട് ഒരുപാട് നന്ദി പറയുന്നു ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. തിരിച്ചു റൂമിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പതിയെ പതിയെ സത്യ മോനിഷയെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ ആരംഭിച്ചു. നീ എന്താ ഇപ്പൊ സിഗരറ്റൊന്നും വലിക്കാത്തെന്ന് മോനിഷ ചോദിച്ചതും അവൻ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ സിഗരറ്റ് വലിയൊക്കെ നിർത്തിയെന്ന്. മോനിഷയ്ക്ക് അവളുടെ അച്ഛന്റെ കൂടെ ഒരുപാട് നാൾ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കാതെ പോയത് ഈ സിഗരറ്റ് വലി കാരണമാണ്. എന്റെ മകൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാകാം. ഞാൻ ഇതിപ്പോഴേ നിർത്തിയില്ലെങ്കിൽ അവളുടെ കൂടെ എനിക്ക് ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സിഗരറ്റ് വലി ഇപ്പോഴേ നിർത്തി. മോനിഷയ്ക്കും അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നി. അവർ റൂമിലെത്തി ഫ്രഷൊക്കെ ആയി നൈറ്റ് ആയപ്പോഴേക്കും സത്യ വന്ന അവളോട് പറയുന്നുണ്ട്, ബാലാജിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ജാഫർ എന്നെ വിളിച്ചു പറഞ്ഞത് അവൻ ചെന്നൈയിലുണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി അങ്ങോട്ട് പോകണമെന്ന്. ഇത് കേട്ടതോടുകൂടി മോനിഷ ആകെ ടെൻഷനിലായി. അവനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എന്തായാലും പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറയുന്നു. പക്ഷെ സത്യയുടെ മനസ്സിൽ അപ്പോഴും വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. ക്യാബിൽ കയറി പോകുന്ന വഴിക്ക് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ബാലാജി എന്ത് ചെയ്യുകയാണ്, അവന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ, നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ. വേറൊന്നും പറഞ്ഞില്ലെങ്കിലും അവന്റെ കല്യാണമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ സത്യ പറയുന്നുണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. അവന്റെ കല്യാണം കഴിയാത്ത സ്ഥിതിക്ക് നീ അവനെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് അവൻ നിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന് സത്യ അവളോട് ചോദിച്ചതും അവള് പറയുന്നുണ്ട്, നിന്നോട് ബൈ ബൈ പറഞ്ഞിട്ട് അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവനെ കല്യാണം കഴിക്കുന്നു. അവള് ജസ്റ്റ് തമാശ പോലെയായിരുന്നു പറഞ്ഞത്. പക്ഷെ സത്യ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അവൻ ബാലാജി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ഇനിയാണ് കാണിക്കുന്നത്. അവന് തലേന്ന് മോനിഷയുടെ ആ ആരാധകന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മോനിഷയെ ശരിക്കും വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണോ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. നീ ആരാണ്, എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് സത്യ ചോദിച്ചതും ആ ആരാധകൻ പറയുന്നുണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് മോനിഷയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സ്കൂൾ കാലം തൊട്ടേ അവളെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ അവളോട് ഇതുവരെ എനിക്ക് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. എന്റെ പേര് ബാലാജി എന്നാണ്. ഇത് കേട്ടതോട് സത്യം ഞെട്ടിത്തടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാലം ആരാധകനായിട്ട് അവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ബാലാജി തന്നെയായിരുന്നു. അത് അവൾക്കും മനസ്സിലായിട്ടില്ല. മോനിഷ തന്റെ പ്രണയം അവനോടും തുറന്നു പറഞ്ഞിട്ടില്ല, ബാലാജി തന്റെ പ്രണയം മോനിഷയോടും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പോകുന്ന വഴിക്ക് സത്യ അവളോട് പറഞ്ഞില്ല. ബാലാജി തന്നെ എല്ലാം നേരിട്ട് പറയട്ടെ എന്ന് കരുതി. അങ്ങനെ അവളെയും കൂട്ടി ബാലാജിയുടെ വീട്ടിലേക്ക് അവൻ ചെല്ലുന്നു. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ട് സത്യ പുറത്തു നിൽക്കുകയായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ അവർ വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തന്റെ ഇഷ്ടം അവൾ തുറന്നു പറയുന്നതിന് മുമ്പ് ബാലാജി ആകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് അവൾ കൊടുത്ത ആ സ്ലാം ബുക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും അതെല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടെന്നും അവൻ പറയുന്നു. സ്കൂളിൽ ഓരോ ദിവസവും അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് എക്സാമിന് അവന്റെ പേപ്പർ എടുത്ത നിമിഷം മുതൽ പതി അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അവൻ അതിൽ എഴുതിയിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൻ വിചാരിച്ചതാണ്. പക്ഷെ അന്നവളുടെ അമ്മ അവളെ നേരത്തെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മനസ്സിലുള്ളത് തന്നെയാണോ നിന്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിയില്ല, ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അന്നൊന്നും തുറന്നു പറയാതിരുന്നത്. പക്ഷെ ഇത്രയും കാലവും ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അവളുടെ വലിയ ആരാധകൻ താൻ തന്നെയായിരുന്നു എന്ന് അവൻ പറയുന്നു. അത് കേട്ട് മോനിഷ ശരിക്കും ഒന്ന് ഞെട്ടി. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് സഹോദരിയുടെ കോള് സത്യക്ക് വരുന്നത്. അവൻ മോനിഷയോട് ഇത് പറയാൻ വരുമ്പോ മോനിഷയും ബാലാജിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആ കാഴ്ച അവനെ വല്ലാതെ തകർത്തു. അവർ ഒന്നിച്ചു എന്ന് കരുതിയിട്ട് അവൻ സങ്കടത്തോടുകൂടി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതെന്നൊക്കെ അവൻ ചോദിച്ചതോടുകൂടി അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ അമ്മ പോയ ശേഷം നിന്റെ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നല്ലോ ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഹോട്ടലിൽ കുറച്ച് ആൾക്കാർക്ക് ആഹാരം വെച്ച് കൊടുക്കുമ്പോൾ നിന്റെ അമ്മ എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നും. അവളെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്ന് താൻ ഇന്നും പുറത്തു കടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ഹോട്ടൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. മോനിഷ പറഞ്ഞ പോലെ തന്റെ അച്ഛൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അവൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ നിമിഷം മുതൽ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ആ ഹോട്ടൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് അവൻ ചിന്തിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ മോനിഷയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അവൻ തന്റെ സഹോദരിയോട് പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ കരയുകയും ചെയ്യുന്നുണ്ട്. മോനിഷ പോണേൽ പോട്ടെ, വേറെയും പെൺകുട്ടികളെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവന്റെ സഹോദരി അവനെ ആശ്വസിപ്പിക്കുന്നു. പിന്നീട് അവളുടെ കോളുകളൊന്നും തന്നെ അവൻ അറ്റൻഡ് ചെയ്തില്ല. അവളെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു. റൂമിലെത്തി അവളെ കുറിച്ച് ആലോചിച്ച് അവൻ മദ്യപിക്കുകയായിരുന്നു. രാത്രിയിൽ അവൻ ആരെയൊക്കെ ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവനെ തേടി ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അവൻ ഫോണിൽ വിളിച്ചിട്ട് മോനിഷയെ തനിക്ക് നഷ്ടപ്പെട്ടു, താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, രാവിലെ വന്ന് എന്റെ ശവം എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് അവൻ എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയിട്ട് രാവിലെ എല്ലാവരും അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എല്ലാവരും അവനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ബാലാജി അവിടേക്ക് വരുന്നു. താൻ രാത്രി ബാലാജിയും ഫോൺ ചെയ്തു എന്ന് അവൻ ചിന്തിക്കുന്നു. മദ്യപിച്ചിരുന്ന കാരണം അവൻ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ ബാലാജി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കോൾ ചെയ്തിട്ടില്ല, ഞാൻ അല്ലാതെ വന്നതാണ്. മോനിഷയെ പോലൊരു പെൺകുട്ടിയെ കിട്ടിയ നിങ്ങൾ നല്ല ഭാഗ്യവാനാണ്. അത് കേട്ടതും
സത്യക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ബാലാജി പറയുന്നുണ്ട്, മോനിഷി ഞാനും ഒന്നിച്ചിട്ടൊന്നുമില്ല, താനായിരുന്നു ആ ആരാധകനെന്ന് മോനിഷിയോട് ബാലാജി തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോനിഷിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. നീ എന്നെ ഇത്രയും കാലം പിന്തുടരുകയായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നു. അന്ന് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അതെന്റെ കുട്ടിക്കാലത്ത് നല്ലൊരു മെമ്മറി ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ പ്രണയമൊക്കെ അന്ന് അങ്ങനെ തന്നെ തീർന്നു. അതിനുശേഷം കോളേജിലും വർക്ക് പ്ലേസിലും ഒക്കെ എനിക്ക് വേറെയും പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിന്നെയും ഞാൻ മറന്നിരിക്കുന്നത്. അന്ന് നിന്നോട് പറയാൻ തോന്നിയൊരു ഇഷ്ടം തുറന്നു പറയണമെന്ന് തോന്നി, അല്ലാതെ എനിക്ക് നിന്നോട് ആ ഫീലിംഗ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഞാനിപ്പോൾ സത്യമാണ് സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ നീയും ആ ചെറിയ പ്രണയം ഇത്രയും സീരിയസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നീയും മോൺ ചെയ്യണം. അവള് ശരിക്കും ബാലാജി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ സത്യയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇത് കേട്ടതോടുകൂടി സത്യക്ക് ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി. വെയിറ്റ് ചെയ്ത് മോനിഷ താഴെ നിൽപ്പുണ്ടെന്ന് ബാലാജി പറഞ്ഞതും അവൻ ഓടി മോനിഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവളാകട്ടെ അവന്റെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത്. തലേന്ന് രാത്രിയിൽ മോനിഷ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് കുറെ സാഡ് റീൽസ് ഒക്കെ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരേക്കോ ഫോൺ ചെയ്ത് എന്നെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്നാണ് അവൾ അവനോട് ചോദിക്കുന്നത്. തനിക്ക് തെറ്റുപറ്റിപ്പോയി തന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറെ സോറി പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ഒന്നിച്ചു. അവന്റെ അച്ഛന്റെ കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോലിയൊക്കെ വിട്ടിട്ട് അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ആ ഹോട്ടൽ നോക്കി നടത്താൻ നോക്ക്, അതുവരെയുള്ള നിന്റെ ചെലവുകളും ലോണുകളും എല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന മോനിഷയും സത്യം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.